ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല. ബാത്റൂം ഇരിക്കണ്, പക്ഷെ അതിൽ വെള്ളമൊന്നുമില്ല, വൃത്തിയില്ല. എത്ര വർഷം കൊണ്ട് ഇത് ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ കച്ചവടക്കാരാണ്. മൂത്രമൊഴിക്കുന്നിടത്ത് ഈ മൂത്രമൊഴിക്കണത് പോയി നോക്കിയാൽ മനുഷ്യൻ പോയി മൂത്രമൊഴിക്കില്ല. എന്നാലും നമ്മളെ ഗതികേട് കൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത് മൂത്രമൊഴിക്കാൻ. LDF വന്നാൽ എല്ലാം ശരിയാവും, അതുപോലെ നമ്മളും ശരിയാവും. നമസ്കാരം, തനിനാടത്തിലേക്ക് സ്വാഗതം. ചാല മാർക്കറ്റിന് സമീപത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വൃത്തിയുള്ള ബാത്റൂം സൗകര്യം ഇല്ല എന്നുള്ളതാണ്. സ്ത്രീകൾ ഉൾപ്പെടെ കച്ചവടക്കാർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവർക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല. ബാത്റൂം ഇരിക്കണ്, പക്ഷെ അതിൽ വെള്ളമൊന്നുമില്ല, വൃത്തിയില്ല. കഴുകി ഇടില്ല അവർ. ആളുകൾ അതിൻ്റെ അകത്ത് പെരുമാറാൻ തന്നെ ഒന്നിനും രണ്ടിനൊക്കെ പോണവരെ അവിടെ പോയി സഹായിച്ചിട്ട് തന്നെ പോണത്. പക്ഷെ അത് വൃത്തിയില്ലാതെയാണ് കിടക്കണത്. മനുഷ്യന് ഇത്രയും അസുഖങ്ങൾ നടക്കുന്നിടത്ത്, അതുമല്ല മീൻ കടയുടെ അടുത്തുള്ള നാറ്റമാണെങ്കിൽ അതിനെയും കട്ടിയപ്പറം. ഇവിടെ ചാലക്കടയെന്ന് പറയാൻ പറ്റൂല, അത്രയും നാറ്റം. ഒരെണ്ണേ ഉള്ളൂ ബാത്റൂം, ഒന്നേ ഉള്ളൂ. ഇവിടെ 5 ബാത്റൂമുണ്ട്, പക്ഷെ ഒരു സ്ഥലമേ ഉള്ളൂ അവിടെ. 5 ബാത്റൂമുണ്ട് കെട്ടിയിരിക്കണത്, വൃത്തിയില്ല. അതിനവിടെ നടയിൽ പോകുമ്പോൾ തന്നെ ആളുകൾ ഉണ്ടാതിരിച്ച് പോകും. അതിനിടയിൽ കൂടെ വെള്ളവും ഇല്ല. ബാത്റൂമിനകത്ത് ഇരിക്കാക്കൂല. നമ്മൾ ഇരുന്ന കുറുക്കിൽ തലയിലെല്ലാം വെള്ളം വീഴും. ചോർച്ച വളരെ മോശപ്പെട്ട കഴുവക്കമില്ല, ഒന്നും ബാത്റൂം ഇവിടെ ചെയ്തിട്ടിരിക്കുകയാണ്. രണ്ട് ബാത്റൂം ഇവിടെ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. ഒരു 5 കൊല്ലമായിട്ടുണ്ട്. ഇവിടെ ത്രിഡേര എന്ന് പറഞ്ഞ് പൂട്ടിയിട്ടിട്ടുണ്ട്. ചെയ്തിട്ടിട്ട് അത് തുറക്കാതെ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പുറത്ത് പുതിയ കമ്പാർട്ട്മെൻറ്റ് അടുത്ത് ഒരു 3 നില വെച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കണം. എത്രയും പെട്ടെന്ന് അതിൻ്റെ പരാതികൾ പരിഹരിച്ച് തുറന്നു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് തുറന്നു കൊടുക്കുക. അത് എന്തെങ്കിലും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണ് അത് ഇടപെടൽ ഉണ്ടാവേണ്ടത്. അല്ല നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്കിപ്പോൾ പരാതി പറയാം. ആരുടെ പരാതി പറയണം? ആരുടെ പരാതി പറയേണ്ടതാണ്? എത്ര ചാനലുകാരോടെ ഒന്ന് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര 100 കണക്കിൽ ചാനലുകാർ വന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരു നിബന്ധന, ഒരു പരാതി, ഒന്നും ഉണ്ടായിട്ടില്ല. ആ പഴയ പഴഞ്ചാൻ തന്നെ ഒരു മാറ്റം വന്നിട്ടില്ല. ഇത് ഇടിഞ്ഞു വീഴുന്നതാണ്. ഇനി ഒരു തേടി ഇടിഞ്ഞു വീഴാൻ ഉണ്ട്. അത് എപ്പോൾ ആരെ തലയിൽ കൂടെ വീഴുമെന്ന് അറിഞ്ഞതാണ് ഈ മതൽ. അപ്പോൾ അപ്പുറത്ത് ഒരു കമ്പാർട്ട്മെൻറ്റ് കെട്ടിക്കുന്ന അത് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ആർക്കും ഒരു എന്തെങ്കിലും ഒന്ന് വന്നാലേ ഇവിടുത്തെ പരിഹരണം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചാലേ ഇതിന് എന്തെങ്കിലും ആകത്തുള്ളൂ. അതുവരെ ആരെങ്കിലും ഇത്രയും വർഷമായി, എത്ര വർഷം കൊണ്ട് ഇത് ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ കച്ചവടക്കാരാണ്. മൂത്രമൊഴിക്കുന്നിടത്ത് ഈ മൂത്രമൊഴിക്കണത് പോയി നോക്കിയാൽ മനുഷ്യൻ പോയി മൂത്രമൊഴിക്കില്ല. എന്നാലും നമ്മളെ ഗതികേട് കൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത് മൂത്രമൊഴിക്കാൻ. അത്ര ഗതികേടാണ്. ഭയങ്കര സ്മെല്ലും കഴിവുമില്ല. ഓടപ്പണി വന്നതോടെ ആ ഓടയിൽ പോകുന്ന വെള്ളങ്ങളെല്ലാം പോക്ക് നിലച്ച്, അതുകൊണ്ടാണ് ഇത് ഇത്രയും മാലിന്യം അടിഞ്ഞുകൂടാനുള്ള കാരണം. അതാണ് ഇവിടുത്തെ പണിയുടെ ഓടപ്പണി ഇപ്പം നിലച്ചിരിക്കുകയാണ്. വെള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ ഇപ്പം നമുക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. വളരെ മോശത്തിലാണ്. സ്മെല്ല് കൊണ്ട് നിൽക്കാൻ പറ്റില്ല. കഴിവൊക്കെ വൃത്തിയൊന്നുമില്ല. ഇവിടെ നമ്മളല്ലല്ലോ പരാതി കൊടുക്കാനുള്ള. ഇത് കമ്പാർട്ട്മെൻറ്റ് പിടിക്കുന്നവർ പരാതി കൊടുക്കണം. പക്ഷെ അവരൊന്നും കൊടുക്കുന്നെന്ന് പറഞ്ഞു. നമ്മൾ പലവട്ടം പറഞ്ഞു, വിലയ്ക്ക് പറഞ്ഞു. പിന്നെ അവിടെ കോർപ്പറേഷനിൽ ഇവിടെയാണ് HAL ഇരിക്കുന്നത്. അവരൊന്നും ഒന്നിനും വരില്ല. ഒരു മാലിന്യം പോലും നീക്കാൻ പറഞ്ഞില്ല. നമ്മളെല്ലാം ശരിയാകണമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എല്ലാം ശരിയാവുമെന്ന് തന്നെയാണ് നമ്മളെ LDF വന്നാൽ എല്ലാം ശരിയാവും, അതുപോലെ നമ്മളും ശരിയാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമായിരുന്നു LDF വന്നാൽ എല്ലാം ശരിയാവും. അവർ വന്നു, ഞങ്ങളെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ശരിയാവുമെന്നാണ് നമ്മളെ വിശ്വാസം. അതിനല്ലേ നമ്മൾ അവരെ വോട്ടിട്ട് ജയിപ്പിച്ചത്, അല്ലേ? അത്രേ ഉള്ളൂ. തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാന കച്ചവട ഇടമായ ചാല മാർക്കറ്റിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം നേരിടുന്നത് എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ഉള്ള ബാത്റൂം ആയിക്കോട്ടെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലുമാണ്. എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ, പ്രത്യേകിച്ചും കോർപ്പറേഷൻ, ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട അടിസ്ഥാന ആവശ്യം നിറവേറ്റേണ്ട സൗകര്യം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.